സംസ്ഥാനത്തെ ആദ്യത്തെ റോബോട്ടിക് പാർക്ക് തൃശൂരിൽ വിനോദവും വിജ്ഞാനവും പുതിയ തൊഴിലവസരങ്ങളും എല്ലാം ഒരുങ്ങുന്ന പാർക്കിന്റെ ധാരണാപത്രം ഒപ്പിട്ടു. കോവളത്ത് സ്റ്റാർട്ടപ്പ് മിഷൻ സംഘടിപ്പിക്കുന്ന ഹഡിൽ ഗ്ലോബൽ സമ്മേളനത്തിൽ വെച്ചാണ് ഇൻകർ റോബോട്ടിക്സുമായി ധാരണാപത്രം കൈമാറിയത്. തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ കൈവശം രാമവർമ്മപുരത്തുള്ള ഭൂമിയിലാണ് റോബോ പാർക്ക് വരുന്നത്. 10 ഏക്കർ സ്ഥലത്താണ് പാർക്ക് ഒരുക്കുന്നത്. ആധുനിക സാങ്കേതിക വിദ്യാ വികാസങ്ങളെ അടുത്തറിയുന്ന രീതിയിലാണ് പാർക്ക് സജ്ജമാക്കുന്നത്. റോബോട്ടിക് AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള നൂതന പരീക്ഷണങ്ങൾ പാർക്കിലൊരുക്കും. ഇതുവഴി പുതിയ സ്റ്റാർട്ടപ്പുകളുടെ തുടക്കവും ലക്ഷ്യമിടുന്നു. ഇൻകർ എന്ന കമ്പനിയാണ് റോബോ പാർക്ക് ഒരുക്കുന്നത്. സംരംഭത്തിനുള്ള പണം കമ്പനിയാണ് മുടക്കുന്നത്. ഫ്യൂച്ചറിസ്റ്റിക് ടെക്നോളജീസ്, അത് റോബോട്ടിക്സ്, AI, IoT, 3D പ്രിന്റിംഗ്, AR, VR, ഡ്രോൺസ് തുടങ്ങിയിട്ടുള്ള ഫ്യൂച്ചറിസ്റ്റിക് ടെക്നോളജീസിന് വേണ്ട ഒരു എക്കോസിസ്റ്റം ആണ് നമ്മൾ വിഭാവനം ചെയ്യുന്നത്. ആ എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ അവിടെ അവയർനെസ് വേണം. അപ്പോൾ ആളുകൾക്ക് ഈ ടെക്നോളജി എന്താണെന്ന് മനസ്സിലാക്കണം. അതൊരു കർഷകന് വന്നിട്ട് കർഷകന് ആവശ്യമായ രീതിയിൽ AI മനസ്സിലാക്കാൻ പറ്റണം. ഒരു ഡോക്ടറാണ് വരുന്നതെങ്കിൽ എങ്ങനെയാണ് റോബോട്ടിക്സ് അല്ലെങ്കിൽ എങ്ങനെയാണ് IoT യൂസ് ചെയ്യുന്നത് മനസ്സിലാക്കാൻ പറ്റണം. 350 കോടിയാണ് റോബോ പാർക്കിന്റെ നിക്ഷേപം. ആദ്യഘട്ടത്തിൽ കമ്പനി 50 കോടിയാണ് മുടക്കുന്നത്. പ്രവേശന ഫീസിൽ നിന്നാണ് തിരികെയുള്ള വരുമാനം കമ്പനി പ്രതീക്ഷിക്കുന്നത്. പുതിയ പാർക്കോടെ പൂരനഗരവും ടെക്നോളജി നഗരമായി മാറുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ. കോളത്തടക്കുന്ന സ്റ്റാർട്ടപ്പ് സമ്മേളനമായ ഹഡിൽ ഗ്ലോബലിൽ യുവ സംരംഭകരുടെ 100 കണക്കിന് ആശയങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത്. AI സാങ്കേതികവിദ്യ എല്ലാ മേഖലകളുടെയും വളർച്ചയ്ക്ക് ഉപയോഗപ്പെടുത്തും വിധം ഗവേഷണങ്ങൾക്കായി സ്റ്റാർട്ടപ്പുകൾ തയ്യാറാകണമെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.